നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ അറിയാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നതാണ്. ഇവിടെ തന്നിരിക്കുന്നത് 4 ചിത്രങ്ങളാകുന്നു. 4 ജീവികളുടെ ചിത്രം തന്നെയാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം പൂച്ചയുടെ ചിത്രമാണ്. രണ്ടാമത്തേത് ഗരുഡനാണ്. മൂന്നാമത്തേത് ഉപ്പനും 4-മത്തേത് നായയുമാണ്. ഈ 4 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. ഒരു നിമിഷം ഇഷ്ടദേവതയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ഓർക്കുക. ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഓം ഹ്രീം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ പൂച്ചയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിരവധിയാർന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എങ്കിലും ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സമയമായതിനാൽ തന്നെ പല തരത്തിലുള്ള ദുഃഖങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. കർമ്മഫലത്താൽ പലവിധ ദുഃഖ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. അത് കാര്യ തടസ്സങ്ങളായോ സാമ്പത്തിക പ്രയാസങ്ങളായോ മറ്റ് മനപ്രയാസങ്ങളായോ ജീവിതത്തിൽ നിലനിൽക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സാഹചര്യം ഉള്ളതിനാൽ തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. പ്രത്യേകിച്ചും പല കാര്യങ്ങളും അനുകൂലമായി തീരാം. നേതൃസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമായി തീരാം. കഴിവ് നിങ്ങൾക്ക് തിരിച്ചറിയുവാനോ പ്രകാശിപ്പിക്കുവാനോ സാധിക്കും. കഴിവിനാൽ പല കാര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തികമായ ക്ലേശങ്ങളുണ്ട് എങ്കിൽ പോലും അതൊരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ശത്രുക്കൾ നിങ്ങൾക്കുണ്ട്. ആ ശത്രുക്കളെ ഫലപ്രദമായി തന്നെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്താണ് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് സംഭവിക്കുക എന്ന് മനസ്സിലാക്കുക. ഈ ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ സംഭവിക്കാം. ചില കാര്യങ്ങളിൽ തിരിച്ചടികൾ, ധനപരമായ നഷ്ടങ്ങൾ, മനപ്രയാസങ്ങൾ. എന്നാൽ വളരെ സമയത്തിന് ശേഷം മാത്രമാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചതിക്കപ്പെട്ടു അല്ലെങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അത് ദോഷമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കൂ. ഇത്തരത്തിൽ പല കാര്യങ്ങളും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായ സമയമാണ്. എന്നാൽ ഇതിൽ നിന്നും ചില കാര്യങ്ങളിൽ മാറ്റം വരും. കാരണം ഈ കാര്യങ്ങൾ ഈശ്വരാധീനം ഉള്ളതിനാൽ തന്നെ തരണം ചെയ്യുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. പലപ്പോഴും നിങ്ങൾക്ക് ഭാഗ്യത്താൽ പല കാര്യങ്ങളും അനുകൂലമാകുന്ന സാഹചര്യമുണ്ട്. തുടർന്നും ഇത്തരം കാര്യങ്ങൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഭാഗ്യവുമായി ബന്ധപ്പെട്ട് പണം ലഭിക്കുക, കാര്യങ്ങൾ അത് തൊഴിൽപരമാണ് എങ്കിലും ബിസിനസ് പരമാണ് എങ്കിലും അത്തരം കാര്യങ്ങൾ അനുകൂലമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ ആത്മാർത്ഥമായി സഹായിക്കുകയും സഹായിച്ച വ്യക്തികളിൽ നിന്നും തന്നെ വളരെയധികം തിരിച്ചടികൾ ജീവിതത്തിൽ നേരിടുകയും ചെയ്യുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. തീർച്ചയായും സമയം നിങ്ങൾക്ക് അനുകൂലമായി തീരും. കഴിയുന്നത്ര തീർച്ചയായും നിങ്ങൾ സഹായം ചെയ്യേണ്ടതും അനിവാര്യമാണ്. കുടുംബ കലഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിലൂടെ അത് ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ കലാ മേഖലകളിൽ തീർച്ചയായും കഴിവ് തെളിയിക്കുക, ശോഭിക്കുവാൻ സാധിക്കുക, ധനം കൈകളിലേക്ക് വന്നു ചേരുക, ആവശ്യമുള്ള പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുക. കൂടാതെ ശത്രുക്കളെ പോലും നിഷ്പ്രഭരാക്കി മാറ്റുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാണ്. നിങ്ങൾക്ക് ഈ സമയം ധനപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ വന്നു ചേരാം. എന്നാൽ ധനം കൈകളിൽ
നിൽക്കുവാനുള്ള സാധ്യതകൾ ഒരല്പം കുറവാണ്. അതിനാൽ ശ്രദ്ധയോടെ നീങ്ങുന്നതിലൂടെ ആ കാര്യങ്ങളെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും. മനസ്സിൽ ഓർത്തു വയ്ക്കുവാൻ സാധിക്കുന്ന ചില നിമിഷങ്ങൾ കടന്നു വരാം. പൊതുവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. എങ്കിൽ പോലും മുൻപ് പരാമർശിച്ച ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് നീങ്ങുക. രണ്ടാമത്തെ ചിത്രമായ ഗരുഡനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു സമയമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. ഈ സമയങ്ങളിൽ ചില കാര്യങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരാവുന്നതാണ്. ചില പ്രയാസങ്ങളാകാം. മനക്ലേശങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരം മനക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. എങ്കിലും പിന്നീടും ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ പോസിറ്റീവായ ചിന്താഗതി വളർത്തിയെടുക്കേണ്ടത് ഈ സമയങ്ങളിൽ അനുകൂലം തന്നെയാകുന്നു. അത് നിലനിർത്തുവാൻ സാധിക്കുന്നില്ല എന്ന പ്രശ്നം നിങ്ങൾക്കുണ്ട്. എന്നാൽ അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരാം. തീർച്ചയായും പോസിറ്റീവായ ഊർജം, പോസിറ്റീവായ ചിന്തകൾ നിങ്ങൾക്ക് മുൻപത്തെ അപേക്ഷിച്ച് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. അത് പങ്കാളിയുമായി ബന്ധപ്പെട്ടാകാം, അതല്ല നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ബന്ധുക്കൾ, കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. ഈ സമയം ഇവരുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം ചില കാര്യങ്ങളിൽ ദോഷകരമായ കാര്യങ്ങളും വന്നു ചേരാം. എന്നാൽ തുടക്കത്തിൽ പതറും. എങ്കിൽ പോലും പതറാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എങ്കിൽ ഈ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ ബാധിക്കാതെ തരണം ചെയ്യുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. നിങ്ങൾക്ക് ധനം വന്നു ചേരുകയും എന്നാൽ അത് വന്നതുപോലെ നഷ്ടപ്പെടുകയും ചെയ്യാം. പിന്നീടും ധനം സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതിനാൽ ധനം നഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടില്ല. ധനം വീണ്ടും നിങ്ങളുടെ കൈവശം വന്ന് ചേരുക തന്നെ ചെയ്യും. അതിനാൽ ധനപരമായ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കലഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത് പരിഹരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയം തന്നെയാണ് വന്നു ചേരുക. മനസ്വസ്ഥത ചില സമയങ്ങളിൽ നഷ്ടപ്പെടുകയും എന്നാൽ പിന്നീട് അത്തരം കാര്യങ്ങൾ മനസ്സിൽ നിന്നും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അത് നിങ്ങൾ തന്നെ മുന്നിട്ട് പരിഹരിക്കുകയോ ചെയ്യാം. സാമ്പത്തിക ക്ലേശങ്ങൾ, മനോവിഷമതകൾ അലട്ടുന്നതായ സമയങ്ങൾ വന്നു ചേരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ താൽക്കാലികം മാത്രമാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പരിഹരിക്കുവാൻ സാധിക്കുന്ന പ്രശ്നങ്ങളായി തന്നെ മാറാം. പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളിലും വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. നിങ്ങൾ എവിടെ ചെന്നാലും അവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും മനസ്സിലാക്കുവാനും പല കാര്യങ്ങളും പഠിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യമുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വാഹനങ്ങളോ അല്ലെങ്കിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അനുകൂലമായി തീരാം. അത്തരം കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ പെട്ടെന്ന് സ്വന്തമാക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലും ഉള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളും അനുകൂലമാകുന്നതും എന്നാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുമായിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ വ്യക്തമായി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് സന്തോഷം വർദ്ധിക്കുക തന്നെ ചെയ്യും. ഉപ്പനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഈശ്വരാധീനം ഉള്ളവരാണ് നിങ്ങൾ. ഈശ്വര ചൈതന്യം നിങ്ങളിൽ വിളങ്ങുന്നതായ സാഹചര്യമാണ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രകടമാകുക. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അത് പ്രകടമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പെട്ടെന്ന് ഈശ്വരാധീനത്താൽ പല കാര്യങ്ങളും അനുകൂലമാകുന്നതായ സാഹചര്യം, അത് സന്തോഷകരമായ നിമിഷങ്ങളാകാം. നിങ്ങൾ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ സ്വന്തമാക്കുന്നതാകാം. മനസ്സിലുള്ള ദുഃഖങ്ങൾ മറക്കുകയോ
അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതോ ആകാം. അംഗീകാരങ്ങൾ, പ്രശസ്തി നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാകാം. ധനപരമായ നേട്ടങ്ങളിലേക്കും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറച്ചു കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ പല വിധത്തിലും സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ദിവസങ്ങളിൽ വന്ന് ചേരാവുന്നതുമാണ്. ഇത്തരത്തിൽ പല കാര്യങ്ങളും ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതിനാൽ, ഈശ്വര ചൈതന്യം നിങ്ങളിൽ വിളങ്ങുന്നതിനാൽ ജീവിതത്തിൽ വന്ന് ചേരാവുന്നതായ സാഹചര്യങ്ങളാണ്. കലഹങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ ആ കലഹങ്ങളെ തരണം ചെയ്യുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതലാകുന്നു. സ്നേഹം പലപ്പോഴും നിങ്ങൾ പുറമേ കാണിക്കാത്തതായ വ്യക്തികളാണ്. അല്ലെങ്കിൽ പല കാര്യങ്ങളും പുറമേ പ്രകടിപ്പിക്കുന്നില്ല എന്നതും വാസ്തവമാകുന്നു. അതിൽ നിന്നും ചില കാര്യങ്ങൾ വ്യതിചലിക്കുവാൻ, ചില കാര്യങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങുവാൻ സാധിക്കുന്ന ദിവസങ്ങളായി മാറാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശക്തി അനിവാര്യമായ സമയമാണ്. ആ മനോബലം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഈശ്വരാനുഗ്രഹത്താൽ ശക്തി, മനോബലം, ശുഭാപ്തി വിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും ബുദ്ധിവൈഭവത്താൽ കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരാവുന്നതായ സമയമാണ്. പല ലക്ഷ്യങ്ങളിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കും. പങ്കാളിയുമായി ബന്ധപ്പെട്ടോ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷകരമായി ഭവിക്കാം. എന്നാൽ പലപ്പോഴും പണം കയ്യിൽ നിൽക്കാത്തതായ സാഹചര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പണം കൈകളിലേക്ക് വന്നു ചേരും. വന്നതുപോലെ തന്നെ പോകുന്നതായ സാഹചര്യം. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അമിതമായ ചെലവ് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ശ്രദ്ധയോടെ നീങ്ങുന്നതിലൂടെ ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. പ്രധാനമായും ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ അറിയാതെ ചെയ്തു പോകുന്നതായ പ്രവൃത്തികളുണ്ട്. ആ പ്രവൃത്തികൾ മൂലം ചില വിഷമങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ വന്നു ചേരാം. അതിനാൽ തുടക്കത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായ ഏത് കാര്യമാണ് എങ്കിലും അല്പം കൂടി ചിന്തിച്ചതിന് ശേഷം ഈ സമയങ്ങളിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടികൾക്ക് കാരണമായി തീരാം. മനോവിഷമങ്ങൾ മറക്കണം എന്ന് ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ മറന്നു എന്ന് വരാം. എന്നാൽ പുതിയ ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. എന്നാൽ ഇതെല്ലാം താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. നാലാമത്തെ ചിത്രമായ നായയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. വളരെ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ദിവസങ്ങൾ, ഓർത്തു വയ്ക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാവുന്ന ദിവസങ്ങൾ, ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ, അത് സാമ്പത്തികപരമാണ് എങ്കിലും വന്ന് ചേരാവുന്ന ദിവസങ്ങളാണ് ഇത്. പലപ്പോഴും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന ദിവസങ്ങളായി തന്നെ മാറാം. ബന്ധങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും അത് ചെറിയ കലഹങ്ങളായി ഒഴിയുകയോ പരിഹരിക്കുവാൻ സാധിക്കുന്ന പ്രശ്നങ്ങളോ ആയി മാറാം. അത് വഴിമാറുകയും സ്നേഹത്തിൽ കലാശിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ബന്ധം കൂടുതൽ ദൃഢമാകാം. അതിനാൽ വന്നു ചേരുന്നതായ ആ തർക്കങ്ങളിൽ കൂടുതൽ നിങ്ങൾ വിഷമിക്കേണ്ടതായ സാഹചര്യമില്ല എന്നതാണ് വാസ്തവം. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. ചില യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. എന്നാൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ നേരിട്ടു എന്ന് വരുന്നതാണ്. ഏത് കാര്യവും നിയന്ത്രിക്കാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് നിങ്ങൾക്ക് മുൻപിൽ വന്നു ചേരുക. അതിനാൽ തുടക്കത്തിൽ വന്നു ചേരുന്നതായ ആ പ്രയാസങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലവിധ മനക്ലേശങ്ങൾ, വിഷമതകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം.
മനക്ലേശങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ലാഭം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ഭാവിക്കായി പല കാര്യങ്ങളും തീരുമാനിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. സാമ്പത്തിക ഭദ്രതയ്ക്കായുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾക്കുള്ള ശ്രമങ്ങൾ വിജയം കാണുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ സമയം നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം പകരുന്നതായ പല കാര്യങ്ങളും സംഭവിക്കാം. എന്നാൽ ഈ സമയം നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ നീങ്ങേണ്ടതായിട്ടുണ്ട്. നല്ലത് വിചാരിച്ച് ചെയ്യുന്നതായ ചില കാര്യങ്ങളിൽ വിഷമങ്ങൾ, തിരിച്ചടികൾ നേരിട്ടു എന്ന് വരാം. ആ കാര്യങ്ങളിലൂടെ അപവാദം കേൾക്കേണ്ടതായി വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. കർമ്മരംഗത്ത് നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. മറ്റുള്ളവരെ അസൂയപ്പെടുത്തും വിധം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുമുണ്ട്. ഈ കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള മാറ്റങ്ങൾ കടന്ന് വരാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾക്ക് ഉയർച്ചയിലേക്കുള്ള തടസ്സങ്ങൾ തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ സ്വയം പലപ്പോഴും ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതായ സാഹചര്യമുണ്ട്. അത് എന്താണ് എന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്ന സാഹചര്യം കൂടിയാണ് വന്നു ചേരുക.